ഡിയർ സ്റ്റുഡൻസ്, പ്രോഗ്രസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സുവോളജി എന്നറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബയോളജി എന്ന ഒറ്റ സബ്ജക്റ്റായിരുന്നു. ഒരു വർഷം പിന്നിട്ട് +1 എത്തുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ ബയോളജി എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. ജീവശാസ്ത്രം 8, 9, 10 3 വർഷങ്ങൾ നമ്മൾ ബയോളജിയിൽ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട് ജന്തുക്കളുടെ ജീവനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ ഉണ്ടാവാം, പോസിബിൾ, മനുഷ്യരല്ലേ, മറവി സ്വാഭാവികമാണ്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും, പിന്നീട് ഇവിടെ കേൾക്കുന്ന സമയത്ത് ഒരു ഓർമ്മയുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതെന്തെങ്കിലും ആവട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. ഞാൻ പറഞ്ഞു ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 6, 7, 8 കൊല്ലമായിട്ടുണ്ടാവും. പഠിച്ചു തുടങ്ങുന്ന 1ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ആ കാലഘട്ടം മുതൽക്ക് തന്നെ ജീവശാസ്ത്രവും എന്താണ് നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണിത് നിങ്ങൾ ജീവശാസ്ത്രം എന്നൊരു പേര് അല്ലെങ്കിൽ ബയോളജി എന്ന ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചു. ഇവിടെ 11ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്ത സ്റ്റുഡൻസ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലതാണെന്ത്. ഒന്നാമത്തത്, മലയാളം മീഡിയം കഴിഞ്ഞു വരുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ ഫുൾ എന്താണ്, ഇംഗ്ലീഷിലാണ്. അതൊരു പ്രശ്നമാവാം, സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഇനി മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം എടുത്ത ഏത് സബ്ജക്റ്റ് എടുത്ത കുട്ടികളാവട്ടെ, ഇവിടെ നേരിടുന്ന പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് 11ാം ക്ലാസ്സാണ്. 11ാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ +1 സയൻസ്. +1 സയൻസ് എന്ന് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സയൻസ് എന്തോ വലിയൊരു സംഭവമാണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ കരുതി വരുന്ന കുട്ടികളായിരിക്കും ഒരു 80% പോസിബിൾ. മറ്റു ചിലരുണ്ട് ഒരു വിഷയത്തിനും കിട്ടാതെ സയൻസിലേക്ക് ആകസ്മികമായി എത്തിച്ചേരുന്ന ആളുകൾ. അത്തരം കുട്ടികൾക്കും എന്താണ്, കാരണം അവർ തീരെ പ്രതീക്ഷിച്ചില്ല, ഞാൻ സയൻസ് ടോപ്പിക് എടുത്ത് പഠിക്കുമെന്ന് അവർ തീരെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. പക്ഷേ ആകസ്മികമായിട്ട് യാദൃച്ഛികമായിട്ട് അവർക്ക് എന്തെടുക്കേണ്ടി വന്നു, സയൻസ് ഓപ്റ്റ് ചെയ്യേണ്ടി വന്നു. അത്തരം കുട്ടികൾക്കും ഇവിടെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. പക്ഷേ ഞാൻ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാം അല്ലെങ്കിൽ തരണം ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. അതിനൊറ്റ കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ 10ാം ക്ലാസ് പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ 8ാം ക്ലാസ് കഴിഞ്ഞു 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, 9ാം ക്ലാസ് കഴിഞ്ഞു 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, 10 കഴിഞ്ഞു 11ലേക്ക് ജയിച്ചു. ആ ഒരു ചിന്താഗതി ആദ്യം തന്നെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അത്ര മതി. 10ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നോ പഠിച്ചത്, എന്തൊക്കെയായിരുന്നോ പഠിച്ചത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയും നിങ്ങളുടെ പഠിത്തത്തിലെ അബിലിറ്റിയും ഒക്കെ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രത്യേകം പറയുന്നതായിരിക്കും. നോട്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് എന്ത് ചെയ്യുക, ഇവിടെയും ഫോളോ ചെയ്യാം. അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ +1 റിസൾട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അത്തരം നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആര് നൽകുന്നതായിരിക്കും, ഞങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഓരോ സബ്ജക്റ്റിനും അതത് ടീച്ചേഴ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഒരു സംശയവും വേണ്ട, 10ാം ക്ലാസ് പഠിച്ചതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് +1 ക്ലിയർ ചെയ്യാൻ പറ്റും.
അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. അത് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്യാം? ഇവിടുന്ന് തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? കാണുക അല്ലെങ്കിൽ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് രണ്ടും കൂടി ഒത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും മടിച്ചു നിൽക്കാതെ ഏതാണോ ആ അധ്യാപകനെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുക. ആ സംശയം അപ്പം തന്നെ തീർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? അടുത്ത കാര്യങ്ങൾക്ക് നീക്കുക. ഒക്കെ ക്വിക്കായിട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചില അധ്യാപകർ ചിലപ്പോൾ ബിസി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ആ അധ്യാപകൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. ആ അധ്യാപകൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സംശയം എന്താണോ ആ സംശയം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷം മാത്രമേ ആ അധ്യാപകൻ പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. അതും ഞാൻ ഉറപ്പ് തരികയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ബയോളജി അല്ലെങ്കിൽ ബയോളജിയിൽ തന്നെ സുവോളജി ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രണ്ടായിട്ട് തിരിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ബോട്ടണിയാണ്, ഒന്ന് സുവോളജിയാണ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ സസ്യശാസ്ത്രമാണ്. സുവോളജി എന്ന് പറയുന്നത് ജന്തുശാസ്ത്രമാണ്. സസ്യങ്ങളുടെ ഘടന, സസ്യങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചാ രീതികൾ, സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ്, സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെ, സസ്യങ്ങളുടെ ലിവിങ് സ്റ്റൈൽ എങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്? ബോട്ടണി. സെയിം പോലെ തന്നെ ജന്തുക്കൾ അല്ലെങ്കിൽ ജീവികളുടെ, നമ്മുടെ മനുഷ്യനടക്കമുള്ള ജീവികളുടെ ഘടനാപരമായിട്ടും ആന്തരികമായിട്ടുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുന്ന ഒരു മേഖലയാണെന്ത്? സുവോളജി. ഓക്കെ. അപ്പോൾ +1 കടക്കുമ്പോൾ 11ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ 22 ചാപ്റ്റേഴ്സാണ് ബയോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 22 എന്ന നമ്പർ കേൾക്കുമ്പോൾ തന്നെ പകുതി കുട്ടികളും എന്താവും? ബോധം കെട്ട് വീണിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. 22 ചാപ്റ്റേഴ്സിൽ 11 ചാപ്റ്റർ ബോട്ടണിയിലും 11 ചാപ്റ്റർ സുവോളജിയിലുമാണ്. നിങ്ങൾ മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ 12 ചാപ്റ്റേഴ്സ്, 14 ചാപ്റ്റേഴ്സ്, 16 ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബയോളജിയിലേക്ക് 22 ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാനാണ്? ഒന്നുമില്ല. നിങ്ങൾ 12 ചാപ്റ്റർ പഠിക്കുന്ന സബ്ജക്റ്റിൽ എത്ര കണ്ടന്റ് ഉണ്ടോ അത്രയും കണ്ടന്റ് 22 ചാപ്റ്റർ ആയിട്ടുള്ളൂ. ആ കണ്ടന്റ്സ് ഒക്കെ കൂടി എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് 22 സെപ്പറേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കേണ്ട കണ്ടന്റ്സിൻ്റെ എണ്ണം അത്രയേ ഉണ്ടാവുള്ളൂ ടോട്ടൽ. എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മറ്റ് സബ്ജക്റ്റുകളിൽ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ വളരെ കുറവാണെന്ത്? ബയോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ പഠിച്ച ഭൂരിഭാഗം കാര്യങ്ങളും ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ അതിൻ്റെ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് നിങ്ങൾ പഠിക്കണം. അതിനാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യം തന്നെ ഇവിടെ പഠിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവുമില്ല. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ചും കൂടി ഒരു ഉയർന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതേ രീതിയിൽ തന്നെ ഇവിടെയും പഠിക്കുക. അവിടെ വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണോ നേരിട്ടത് അതേ രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ചോദ്യങ്ങളെ നേരിടുക. അങ്ങനെ നേരിടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അധ്യാപകരെ അറിയിക്കുക. അതിനുള്ള സൊല്യൂഷൻസ് ഓൺ സ്പോട്ടിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആര് തന്നിരിക്കും? നിർദ്ദേശങ്ങളൊക്കെ ആര് തരും? അധ്യാപകർ, ഞങ്ങൾ ടീച്ചേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് ബയോളജിയിൽ നമ്മൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് 22 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 22 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ആ 22 ചാപ്റ്റേഴ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ബയോളജിയിലെ 22 ചാപ്റ്റേഴ്സാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. 22 എഴുതിയിട്ടില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് എല്ലാ ചാപ്റ്റേഴ്സും എഴുതിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഓരോ ടോപ്പിക്ക് വെച്ച് നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണെന്ത്? 22 ചാപ്റ്റേഴ്സ്. ഈ 22 ചാപ്റ്റേഴ്സിനെ 5 യൂണിറ്റുകളാക്കിയിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 5 യൂണിറ്റുകളിലായിട്ടാണ് ഈ 22 ചാപ്റ്റേഴ്സ് ഉള്ളത്.
നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചാപ്റ്റേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കാണുമ്പോഴുള്ള നിങ്ങളുടെ പേടിയില്ലേ, അതാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. ഇത് പഠിച്ച് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലും വലിയ സിമ്പിളായിട്ടുള്ള സംഭവം വേറെ ഇല്ല എന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ അതിന് ഏറ്റവും അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം ആരാണെന്ന് വെച്ചാൽ ആ കുട്ടിയല്ല, അതെടുക്കുന്ന അധ്യാപകനാണ്. ഒരധ്യാപകൻ ഏത് രീതിയിലാണോ ക്ലാസ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിലാവണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് മനസ്സിലായില്ല എന്ന് അധ്യാപകന് തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് കാര്യം അധ്യാപകൻ പറയണം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. ഓഫ്ലൈനിലേക്ക് വന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തോളും, അതിലൊരു സംശയവുമില്ല എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ ഓൺലൈൻ ആകുമ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ സ്റ്റുഡൻസാണ് അല്ലെങ്കിൽ പാരൻസാണ്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് ചോദിക്കുക. ഇനി മനസ്സിലൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത്, വീഡിയോ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. കാരണം എന്താണ്, ഒന്നും കൂടി അത് കൂടുതൽ ഒന്ന് ആഴത്തിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബയോളജിയിലെ 22 ചാപ്റ്റേഴ്സ്. ഒന്നാമത്തെ യൂണിറ്റാണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. ആ യൂണിറ്റിൽ ആകെ 4 ചാപ്റ്റേഴ്സ് ആണ്. 1 ദ ലിവിങ് വേൾഡ്, 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 3 പ്ലാന്റ് കിങ്ഡം, 4 ആനിമൽ കിങ്ഡം. ഇതിൽ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ സുവോളജിയിലാണ്. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററും എന്തിൽ വരുന്നതാണ്, സുവോളജിയിൽ വരുന്നതാണ്. ബാക്കി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാന്റ് കിങ്ഡവും ഏതിൽ വരുന്നതാണ്, ബോട്ടണിയുടെ അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ച് പുതുമയുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സിലുണ്ട്. പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, പുതുതായിട്ട് പഠിക്കാവുന്ന എനിമൽസിൻ്റെ ഡിവിഷൻസ്, ടാക്സോണമി അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിനെപ്പറ്റി പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്റേഴ്സിലും. എനിമൽ കിങ്ഡം ആയത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. ഓരോ എനിമൽസിനെയും ഓരോ ടൈപ്പ് എനിമൽസിനെയും ഡിഫറെൻറ്റ് കിങ്ഡമായിട്ട്, ഡിഫറെൻറ്റ് ഫൈലമായിട്ട്, ക്ലാസ്സസ്, ഓർഡേഴ്സ്, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ 2 ചാപ്റ്റേഴ്സ്. ഒന്നാമത്തെ ലിവിങ് വേൾഡ് എന്ന അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ലൈഫ്, എങ്ങനെയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസസ്, അതിൻ്റെ ഫാക്ടേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ, ദ ലിവിങ് വേൾഡ്. രണ്ടാമത്തെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് ആ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ തന്നെ ഓരോ ടൈപ്പായിട്ട്, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട്, അതായത് ഓരോ എനിമലിനെയും ഓരോ ലിവിങ് ഓർഗാനിസത്തിനെയും എന്ത് ചെയ്യുന്നു, ഓരോ കിങ്ഡം, ഓരോ ഫൈലം, ഓരോ ഫാമിലി, ക്ലാസ്, ഓർഡർ, ജീനസ്, സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്ലാസിഫൈസ്. ആ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് എന്ത് പഠിക്കുന്നത്, ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മൾ. പിന്നെ അതിൻ്റെ ബാക്കി മറ്റ് പ്രത്യേകതകളും കൂടി പഠിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി പോവാം. ബാക്കി 2 ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാന്റ് കിങ്ഡവും, ഇതുപോലെ തന്നെ ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അവിടെ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത്, പ്ലാന്റ് കിങ്ഡം. അത് ബോട്ടണി നമ്മൾ വേറെ ബോട്ടണി നിങ്ങൾക്ക് വേറൊരു ടീച്ചർ വന്നിട്ട് ബോട്ടണീൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അല്ലെങ്കിൽ ബോട്ടണി സബ്ജക്ട് വൈസ് നിങ്ങൾ നോക്കും. ഓക്കെ, 2ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 1ാമത്തെ യൂണിറ്റ്. 2ാമത്തെ യൂണിറ്റാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. കഴിഞ്ഞ ഒരു പാറ്റേൺ അനുസരിച്ച്, അതായത് ഒരു ഓഫ്ലൈൻ പാറ്റേൺ അനുസരിച്ചിട്ട് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന്, അതായത് ഓണം പരീക്ഷ വരെ ഈ 4 ചാപ്റ്റേഴ്സാണ് ചോദിക്കുക. അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം വരെ നമ്മൾ ചോദിക്കുന്നത് ബാക്കിയുള്ളത് ഈ 2 യൂണിറ്റ് 2ഉം 3ഉം എന്താണ്, ക്രിസ്മസ് എക്സാം വരെയുള്ള ആ ഒരു പീരീഡിൽ ചോദിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 4ഉം 5ഉം ആണ് എന്ത്, നമ്മുടെ മെയിൻ എക്സാമിലേക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഫ്ലൈൻ പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ 2ാമത്തെ യൂണിറ്റാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്.
എന്താണ് പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ? സ്ട്രക്ചറലി പ്ലാന്റും എനിമലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്റർ. ഈ 2 ചാപ്റ്റേഴ്സും ബോട്ടണിയിൽ വരുന്നതാണ്. ബോട്ടണിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ് ഇൻ ആനിമൽസ് അത് സുവോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പലതരം ടിഷ്യൂസ് ഉണ്ട്. കലകൾ, നമ്മൾ 10ാം ക്ലാസ്സിൽ കലകൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് മസ്കുലാർ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, ഫൈബ്രസ് ടിഷ്യൂസ്, അങ്ങനെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. അത്തരം ടിഷ്യൂസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ് എന്ത് വരുന്നത്? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ആ ടിഷ്യൂസ് ഏതൊക്കെ സെൽസിനെ കൺട്രോൾ ചെയ്യുന്നു, ഏതൊക്കെ ഓർഗൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ടിഷ്യൂസ് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ എങ്ങനെയൊക്കെ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കാം, അല്ലെങ്കിൽ ഈ ടിഷ്യൂസിൽ നിന്ന് വരുന്ന ഡിഫക്ട്സ് നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ഈ ചാപ്റ്ററിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ് ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, 3ാമത്തെ യൂണിറ്റാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. യൂണിറ്റിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അതായത് ഘടനയും ധർമ്മങ്ങളും. എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ ഘടന പഠിക്കണം, അതിൻ്റെ ധർമ്മം, അതിൻ്റെ ഫങ്ഷനും പഠിക്കണം. ഈ കാര്യങ്ങളാണ് ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 3 ചാപ്റ്റേഴ്സാണ് ഈ 3ാമത്തെ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടിരിക്കുന്നത്. 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, 9ാമത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്, 10ാമത്തേത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇതിൽ 8ാമത്തെയും 10ാമത്തെയും ചാപ്റ്റർ ബോട്ടണിയുടെ ഭാഗമായിട്ട് വരുന്ന ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് എന്തിൽ വരുന്നു? സുവോളജിയുടെ ഭാഗമായിട്ട് വരും. അപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും ബോട്ടണിയുടെ ഭാഗമായിട്ട് വരികയാണ്. ബയോമോളിക്യൂൾസ് ആണ് ഇതിൽ നമുക്ക് സുവോളജിയുടെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് ബയോമോളിക്യൂൾസിൽ? നമ്മുടെ ബോഡിയിലെ, മനുഷ്യ ശരീരത്തിലെ കെമിക്കൽ കോമ്പോസിഷൻസിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ ആ കെമിക്കൽ കോമ്പോസിഷൻസും സ്ട്രക്ചേഴ്സും ബോഡിക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു, അത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ബോഡിയിൽ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ അഭാവത്തിൽ ബോഡിക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണെന്ത് ബയോമോളിക്യൂൾസ്. കുറച്ച് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണെന്ത് ബയോമോളിക്യൂൾസ്. പ്രധാനമായിട്ടും നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, അതായത് DNA, RNA അങ്ങനെ തുടങ്ങിയ ന്യൂക്ലിക് ആസിഡുകൾ, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ ബോഡിയിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഇതെങ്ങനെ ഉണ്ടാകുന്നു, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബയോമോളിക്യൂൾസിൽ പറയുന്നത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, ഫാറ്റ്സ് ഉണ്ടാവും, വിറ്റമിൻസ് ഉണ്ടാവും, ലിപ്പിഡ്സ് ഉണ്ടാവും, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാവും, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് തുടങ്ങിയ കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും ആണത് ബയോമോളിക്യൂൾസ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് ഒരു ലെങ്തി ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അത് എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ കൂടുതൽ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണെന്ത് ബയോമോളിക്യൂൾസ്. അതുപോലെ തന്നെ ഈ അനിമൽ കിങ്ഡത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബയോമോളിക്യൂൾസിനും പിന്നെ നമ്മളുടെ ലാസ്റ്റത്തെ യൂണിറ്റ് 5 ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്നുമാണെന്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറ്. ഓക്കെ, ചോദിക്കാറുണ്ട്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചുരുക്കം ചില ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്ററാണെന്ത് ബയോമോളിക്യൂൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ വളരെ വളരെ ലാഘവത്തോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണെന്ത് ബയോമോളിക്യൂൾസ്. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സുവോളജിയിലെ ഈ 11 ചാപ്റ്റേഴ്സിൽ ഒന്നും നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ലാസ്റ്റ്
യൂണിറ്റ് 5 അതാണ് ഹ്യൂമൻ ഫിസിയോളജി. യൂണിറ്റ് 4 പ്ലാന്റ് ഫിസിയോളജിയാണ്. അത് ബോട്ടണിയുടെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ പറയാതെ പോകുന്നത്. പിന്നെ യൂണിറ്റ് 5 ഹ്യൂമൻ ഫിസിയോളജി. 16 മുതൽ 22 വരെയുള്ള 7 ചാപ്റ്റേഴ്സ് ഹ്യൂമൻ ഫിസിയോളജിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ 7 ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 5ാമത്തെ യൂണിറ്റിലുള്ള 7 ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? 1, 16ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. 17ാമത്തേത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. 18ാമത്തേത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. 19 എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. 20 ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. 21 ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. 22 കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. ഈ പേരുകളൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നിങ്ങൾ 10, 9, 8 ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിന് കുറച്ചൊരു ഹയർ ഗ്രേഡ് ആയിട്ട് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണ് 10ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷൻ എല്ലാവർക്കും അറിയാം. ഡൈജഷൻ എന്താണ്? ദഹന പ്രക്രിയ. ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ദഹന പ്രക്രിയയിൽ എങ്ങനെ നടക്കുന്നു, ഏതൊക്കെ ഓർഗൻസ്, ഏതൊക്കെ അവയവങ്ങൾ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നെ പറ്റിയിട്ട്, ഡൈജഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും അതിൻ്റെ കുറച്ചൊരു ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ആ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെ ഒന്ന് ഓർമ്മ വരുന്നോട്ടെ. അപ്പോൾ ക്ലാസ്സിൽ സാർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്കൊരു ഓർമ്മ വരും. ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വരും. അപ്പോൾ ഇത് ഇത്രയും എളുപ്പമാണെന്നുള്ളത് തോന്നൽ നിങ്ങൾക്ക് തന്നെ വരും. വളരെ സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഒന്നും എന്തല്ല ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ ചിന്താഗതിയാണ് നിങ്ങൾക്ക് ആദ്യം വരേണ്ടത്. ഓക്കെ, 2ാമത്തെ കാര്യമാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമുക്കറിയാം ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം. അത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ശ്വസിക്കുന്നത്? ലങ്സ്, അതായത് ശ്വാസകോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വസന പ്രക്രിയയിൽ അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയും അതിനെ. ആ പ്രക്രിയയിൽ ശ്വാസകോശം എങ്ങനെയാണ് അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്? അതിൻ്റെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്? അതിൻ്റെ തകരാറ് മൂലം എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണെന്ത്? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ശ്വാസകോശത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ശ്വാസകോശത്തെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് സ്മോക്കിംഗ്, അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? റിവൈൻഡ് ചെയ്യുന്നു. ഒന്നും കൂടി ഒന്ന് ഓർമ്മ പുതുക്കുന്നത് മാത്രം. എന്തുണ്ട്? ഓർമ്മ പുതുക്കുന്നതിൻ്റെ കൂടെ കുറച്ചൊരു കാര്യങ്ങൾ, ഒരിത്തിരി വളരെ ചുരുക്കം കാര്യങ്ങളൊന്ന് കൂടുതൽ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഹൃദയത്തിൻ്റെ പാർട്സ്, ഹൃദയത്തിൻ്റെ 4 അറകൾ ഏതൊക്കെയാണ്, ഹൃദയത്തിൻ്റെ വാൾവുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അയോട്ട, എന്താണ് അയോട്ട, ഏതൊക്കെയാണ് ആർട്ടറീസ് അല്ലെങ്കിൽ ആർട്ടറീസ് എന്തൊക്കെയാണ്, വെയിൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സിരകൾ, ധമനികൾ, ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 9ാം ക്ലാസ്സിൽ. സെയിം സാധനം. രക്തത്തിൻ്റെ ബ്ലഡിൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കുന്നത് ഹാർട്ടും ലങ്സും ചേർന്നിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഫങ്ഷൻസ് വഹിക്കുന്ന 2 ഓർഗൻസാണ് എന്ത്? ഹാർട്ടും ലങ്സും. അപ്പോൾ ഹൃദയം എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ നിയന്ത്രിക്കുന്നത്? എന്താണ് ഹൃദയത്തിന് അതിലുള്ള പങ്ക് എന്താണ്? എങ്ങനെയൊക്കെയാണ് ഇത് മറ്റ് കലകൾ അല്ലെങ്കിൽ മറ്റ് സെൽസിലേക്ക് എത്തിച്ചേരുന്നത്? ഇതിന് എന്തൊക്കെ ന്യൂട്രീഷൻസ് ആവശ്യമുണ്ട്? ഇനി എങ്ങനെയൊക്കെയാണ് ഹൃദയം തകരാറിലാവുന്നത്? ഹൃദയം തകരാറിലായാൽ എന്തൊക്കെ സംഭവിച്ചേക്കാം? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് എന്താണ്? ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണെന്ത് നിങ്ങൾ എക്സാമിന് എഴുതുന്നത്. ഒരു ചാപ്റ്റർ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വായിച്ചിട്ട് അതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങൾ അപഗ്രഥിക്കേണ്ടത് ഇവിടെ പരീക്ഷാ ഹാളിൽ. പോയിന്റ്സ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മലയാള മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്ന കുട്ടികൾ ഇവിടെ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്?
നിങ്ങൾക്ക് മലയാളത്തിൽ അറിയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് അപഗ്രഥിച്ച് എഴുതിയാൽ മതി. അതിനുള്ള വ്യക്തമായ ട്രെയിനിങ് ഞങ്ങൾ ഇവിടെ തരുന്നതായിരിക്കും. ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. ആ കാര്യം കൃത്യമായിട്ട് നിങ്ങളെ ആ ഒരു എക്സാം പാറ്റേണിലേക്ക് എഴുതേണ്ട രീതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആര് തരും? ഞങ്ങൾ ഇവിടുന്ന് ടീച്ചേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത 19-ാം ചാപ്റ്ററാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ. നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ എന്താണ്, എങ്ങനെയാണ് എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡൈജഷൻ നമ്മൾ ഫസ്റ്റ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഡൈജഷൻ കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, യൂറിൻ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്, എന്തൊക്കെ വസ്തുക്കളാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്, ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെ, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ വരുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണിത് 19-ാം ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. നിങ്ങൾ ബോൺസ്, എല്ലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് 9-ാം ക്ലാസ്സിൽ ഇല്ലേ? എന്താണ് ബോൺസ്, എങ്ങനെയാണ് മൂവ്മെന്റ് നടക്കുന്നത്, ബോൺസും മസിൽസും അതായത് എല്ലുകളും പേശികളും ചേർന്നിട്ടാണ് മൂവ്മെന്റിന് സഹായിക്കുന്നത്. എവിടെ പഠിച്ചിട്ടുണ്ട്? 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡിഫക്ട്സ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ അപര്യാപ്ത രോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ്, വൈറ്റമിൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ എന്ത് പഠിക്കുന്നു? ഇവിടെ പഠിക്കുന്നു. അതായത് നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യം ഇവിടെ ഓർമ്മ പുതുക്കുന്നതിനോടൊപ്പം കുറച്ചൊരു കാര്യങ്ങളും കൂടി കൂട്ടി പഠിക്കുന്നു. ദാറ്റ്സ് ഓൾ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ആ ചാപ്റ്റർ തന്നെയാണിത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. എന്താണ് ന്യൂറോൺസ്, എന്താണ് സെൻസേഷൻസ്, എന്താണ് നാഡീ വ്യവസ്ഥ, എന്താണ് നാഡികൾ, നെർവസ് സിസ്റ്റം എന്താണ്, ബ്രെയിൻ മസ്തിഷ്കം എന്താണ്, എങ്ങനെയാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ബ്രെയിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് ബ്രെയിൻ അതിൻ്റെ ഫങ്ഷൻ നിർവഹിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണെന്ത്. പിന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ്, അതിൻ്റെ ഡിഫക്ട്സ്, ഇത് ഉണ്ടായാൽ ഇത് ബ്രെയിൻ്റെ തകരാറ് മൂലം എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ ഇത് ബാധിക്കാം, തുടങ്ങിയ കാര്യങ്ങളാണെന്ത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. നമ്മൾ 10-ാം ക്ലാസ്സിൽ 3-ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഏതാണത്? 3-ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. 10-ാം ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാവർക്കും അറിയാം. 3-ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. സമസ്ഥിതിക്കായുള്ള 3-ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഈ 3-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയാം ഹോർമോൺസ്. 10 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ആ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പലതരം ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, ഈ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി മൂലം എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം, ഇത് എങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നത് എന്നൊക്കെയാണെന്ത് ആ ചാപ്റ്ററിൽ പഠിച്ചത്. സെയിം സാധനമാണെന്ത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് സുവോളജി അല്ലെങ്കിൽ ബയോളജിയിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ സുവോളജിയുടെ പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ മുമ്പ് പഠിക്കാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫൈലം, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ സെയിം സാധനമാണ് ഇവിടെ. അതിൻ്റെ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ കിടക്കുന്നു. അപ്പം നിങ്ങൾ പഠിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യവും ഇവിടെയില്ല. എല്ലാം നിങ്ങൾ കേട്ട കാര്യങ്ങളാണ്. കേട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കുന്നു. അതിൻ്റെ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കുന്നു. ഈ കാര്യങ്ങൾ എക്സാമിന് പോയി എഴുതുന്നു. നല്ല വൃത്തിയിൽ ഫുൾ മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ട് ഇങ്ങോട്ട് പോരുന്നു. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ ലിവിങ് വേൾഡ് 1-ാമത്തെ ചാപ്റ്റർ ഞാനൊരു ഇൻട്രോ ക്ലാസ്സാണ് തന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് തന്നത്. നമുക്ക് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. പിന്നെ ഓരോ ചാപ്റ്റർ അതിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഓരോരോ ഹോം വർക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരിക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് ഗൂഗിൾ വാട്സപ്പിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ സുവോളജിയിലെ 1-ാമത്തെ ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്.
ഈ ലിവിങ് വേൾഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ലിവിങ് വേൾഡ് ഈ ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോംവർക്ക് തരികയാണ്. അത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ ജീവികളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്ലാസിഫൈ ചെയ്യുന്ന രീതികൾ ഇങ്ങനെയാണ്: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത്തരം ക്ലാസിഫിക്കേഷൻസിലാണ് ഓരോ ഇപ്പൊ ജീവിയാണെങ്കിലും സസ്യങ്ങളാച്ചാലും പ്ലാന്റ്സ് ആച്ചാലും എന്താണെങ്കിലും എന്താണ് ഈ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും ഏതൊരു ഓർഗാനിസത്തിനെയും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 ഓർഗാനിസത്തിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ടൈഗർ, പീകോക്ക്, ഡോഗ്, എലിഫന്റ്, മാംഗോ, കടുവ, മയില്, നായ, ആന, മാങ്ങ. ഇത്രയും എണ്ണത്തിന്റെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരാം. വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ഹോംവർക്ക്? എന്താണ് ഈ 5 ഓർഗാനിസത്തിന്റെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.